മഴത്തൊരു മുൻപേ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തുമ്പോൾ ബാലചന്ദ്ര ഫ്രഷായിട്ടൊക്കെ വന്ന് നോക്കുമ്പോഴും ഗോവർദ്ധൻ എണീച്ചിട്ടില്ല. അങ്ങനെ ഗോവർദ്ധനെ തട്ടി ഉണർത്തുകയാണ്. അങ്ങനെ ചാടി എണീച്ച ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, നേരം വെളുത്തോ ബാലേട്ടാന്ന് ചോദിക്കുകയാണ്. കുറേ നേരമായി നേരമൊക്കെ വെളുത്തിട്ട്, തനിക്കിതുവരെ തലയിലെ കെട്ടിറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് 2 പെഗടിച്ചാൽ മതിയെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും ആകാത്ത പോലെ തോന്നി. പിന്നെ ഒന്നും കൂടെ അടിച്ച്, പിന്നെ എനിക്കൊരു ബോധവും ഇല്ല എന്ന് ഗോവർദ്ധൻ പറയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, എന്നാൽ പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഇന്ന് തന്നെ യാത്ര തിരിക്കാമെന്ന് പറയാണ്. അപ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഒരു 10 മിനിറ്റ് പെട്ടെന്ന് തന്നെ യാത്ര തിരിക്കാമെന്ന് പറയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, ഗംഗാധരൻ സാർ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് ബാലേട്ടന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. കുറച്ചൊക്കെ കിട്ടി, അതുമായിട്ട് നമുക്ക് യാത്ര തിരിക്കാം എന്തായാലും, എന്ന് ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ പെട്ടെന്ന് റെഡിയാവുന്നുണ്ട്. അങ്ങനെ അവർ യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ബാലട്ടെ ഇനി എങ്ങോട്ടാണ് യാത്ര? അത് തന്നോട് പറഞ്ഞില്ലല്ലോ. അത് ഇനി നമ്മൾ പോകുന്നത് പുനലൂരിലേക്ക്. ഞാൻ പറഞ്ഞ ആ ഭൂതത്തെയാണല്ലോ, ഭൂതത്തെ പുറത്ത് ചാടിക്കണ്ടല്ലോ. എന്തായാലും താക്കോല് കിട്ടിയിട്ടുണ്ട്, ആ താക്കോലുമായിട്ട് നമുക്ക് നേരെ ഭൂതത്തിൻ്റെ അടുത്തേക്ക് പോകാം, ഭൂതത്തെ പുറത്ത് ചാടിക്കാം എന്ന് പറയാണ്. അപ്പം ഗോവർദ്ധൻ പറയാണ്, ബാലേട്ടൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയാണ് ഈ ബാലേട്ടൻ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പറയാണ്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, ഇപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഈ യാത്ര തീരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ കാര്യവും ഗോവർദ്ധനോട് പറയുന്നുണ്ട്, അന്നേരം തനിക്കറിഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. മതി ബാലേട്ടൻ, എനിക്ക് അന്നേരം അറിഞ്ഞാൽ മതിയെന്ന് ഗോവർദ്ധൻ പറയാണ്. അങ്ങനെ അവർ നേരെ പുനലൂരേക്ക് പോവുകയാണ്. എറണാകുളത്താണെങ്കിൽ രേവതിക്കുട്ടിയും ബാക്കിയുള്ളവരും കൂടെ കറങ്ങാനൊക്കെ പോയിട്ട് ബേക്കറി കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് രേവതിക്കുട്ടിയും രോഹിത്തും കൂടാണ് വരുന്നത്. അപ്പം കാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കൃഷ്ണ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ കൃഷ്ണ എടുത്ത് ചോദിക്കുകയാണ്, മുഖം കഴുകാനെന്ന് പറഞ്ഞ് പോയ 2 പേരും കുളിക്കാൻ പോയതാണോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുകയാണ്. ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കൃഷ്ണ അങ്ങോട്ട് പോവുകയാണ്. എന്നെങ്കിൽ പോയി നോക്കിയിട്ട് വരാൻ രേവതിക്കുട്ടിയും പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ രേവതിയുടെ ഫോണിലേക്ക് ആൻറ്റി വിളിക്കുന്നുണ്ട്. അപ്പം രേവതി പറയാണ്, മിണ്ടല് സംസാരിക്കല്, ആൻറ്റിയാണ് വിളിക്കുന്നതെന്നും പറഞ്ഞ് രോഹിത്തിനോട് പറയാണ്. അങ്ങനെ ഫോൺ എടുക്കുകയാണ്. അപ്പം ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരമായിട്ട് എവിടെയാണ്, ഒത്തിരി സമയമായല്ലോ, ഇപ്പോഴും മാമച്ചാൻ തിരക്കുള്ളതെന്ന് പറയാണ്. അതേ ഇതിനെയൊക്കെ മേയിച്ചുകൊണ്ട് വരണ്ടേ, പറഞ്ഞ അനുസരണ ഇല്ലാത്ത 3-4 അലീന കുലീന അങ്ങനെ കുറേ എണ്ണം ഉണ്ടല്ലോ, ഇതിനെയൊക്കെ അനുസരിപ്പിക്കണ്ടേയോ, അതുകൊണ്ടാണ് ഈ താമസിക്കുന്നത്, പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് പറയാണ്. അവസാനം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങളിപ്പോൾ എവിടെ ആയെന്ന് ചോദിക്കുകയാണ്. ഞങ്ങളൊരു അരമണിക്കൂറിനകം എത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ആണെങ്കിൽ നമ്മുടെ രോഹിത്തും രേവതിക്കുട്ടിയും കൂടെ അങ്ങ് അടി തുടങ്ങുകയാണ്. ഇത് പറയുന്നുണ്ട്, മാറി നിന്നാലെങ്കിൽ വണ്ടി എടുക്കാമായിരുന്നു. മാറി നിന്ന് തരാം, മര്യാദയ്ക്ക് ഓട്ടിക്കണമെന്നൊക്കെ പറഞ്ഞ് രേവതിയാണെങ്കിൽ രോഹിത്തോട്ടങ്ങ് വഴക്കിടിയാണ്. അതുപോലെ തിരിച്ചും രോഹിത്താണെങ്കിൽ രേവതിയായിട്ടങ്ങ് വഴക്കിടാനാണ്. 2 പേരും വഴക്കിട്ട് പതി അടുക്കുകയാണ്. അതിനുശേഷം എല്ലാവരും വീട്ടിലെത്തി. ഇപ്പം വീട്ടിലെത്തുമ്പോഴത്തേക്ക് അലീന പറയുന്നുണ്ട്, നമ്മൾ ഒത്തിരി താമസിച്ച്. രേവതിക്കുട്ടി പറയാണ്, അത് ചേച്ചി കിടന്ന് ബഹളം വെച്ചോണ്ട് ഇത്രയും നേരത്തെ എത്തിയത്, ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണെങ്കിൽ ഇതിക്കൊക്കെ താമസിച്ചാൽ വരുന്നതെന്ന് പറയാണ്. അങ്ങനെ കോളിംബെല്ലൊക്കെ അടിച്ച് എല്ലാവരും അകത്തേക്ക് കയറുകയാണ്. പിറ്റേന്ന് നേരം വെളുക്കുമ്പം തന്നെ എല്ലാവരും പറമ്പിൽ മാങ്ങ പിച്ചാനൊക്കെ പോകുന്നതുകൊണ്ട് രേവതിക്കുട്ടിയാണെങ്കിൽ രോഗത്തിനെ പിടിച്ച് മരത്തേക്ക് കയറ്റിയിട്ട് ഉള്ള മാങ്ങയൊക്കെ പിച്ചിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലാം കറങ്ങി അടിച്ചിടയ്ക്കണം. അപ്പം അലീനെ വിളിക്കുന്നുണ്ട്, ചായ കുടിക്കാം വാ, എത്രയും പെട്ടെന്ന് വാ, നമുക്ക് പോകണ്ടേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വന്ന് ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആവുന്നുണ്ട്. ഫ്രഷായിട്ട് പോകാനായിട്ട് ഇറങ്ങി വരികയാണ്. കൊല്ലത്തേക്ക് പോകാനും ചിന്നുമോളെ കാണാനാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും ഒരുങ്ങിയൊക്കെ വരുമ്പോൾ ഗ്രേസിയമ്മയും മാമച്ചനും വരുന്നില്ല. അപ്പം രോഹിത് ചോദിക്കുന്നുണ്ട്, ആൻറ്റി അങ്കിൾ എന്താ വരാത്തെ, ആൻറ്റിക്കും അങ്കിളിനും വന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അതേ ഈ അങ്കിളിന് നല്ല താല്പര്യമുണ്ട് വരാൻ, പക്ഷേ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചതാണ്. ഇവിടുന്ന് എറണാകുളം കൊല്ലം വരെ 109 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലേ അങ്കിളിനെയും കൊണ്ട് പോയാൽ ശരിയാവത്തില്ല എന്ന് പറയാണ്. മാത്രമല്ല ഈ അങ്കിളിനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനും കൂടെ കൂട്ടിരിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ 2 പേരും ഇവിടെ ഇരിക്കാം, പിന്നെ നമ്മളെല്ലാവരും കൂടെ പോകണമെങ്കിൽ ഒരു കാറും കൂടെ എടുക്കണം. മാമച്ചനാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടം വരെ ഡ്രൈവ് ചെയ്യാനും പാടാം, അതുകൊണ്ട് ഞങ്ങൾ 2 പേരും വരണ്ടാന്ന് വിചാരിച്ച്, നിങ്ങൾ പോയിട്ടൊക്കെ വാ. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടി പറയാണ്, അതാ നല്ലത്, നിങ്ങൾ ഇവിടെ ഇരുന്നു, ഞങ്ങൾ പോയിട്ടൊക്കെ വരാം, കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണ്ടായിരുന്നെന്ന് മാമച്ചൻ പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ പോകാനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ രേവതിക്കുട്ടി വന്ന് ഗ്രേസിയമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസിയമ്മ അലീനയോട് പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു തരണേ, അവളെ കുറേ ഫോട്ടോസൊക്കെ എടുക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആരോ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, അത് സമ്മതിക്കേണ്ട മോളെ, അതിന് സമ്മതിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് പോയി കാണാനോ അതിനെ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല, അതുകൊണ്ട് അത് ആലോചിച്ച് മാത്രം ചെയ്താൽ മതിയെന്ന് അലീനയോട് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് ഞങ്ങൾ ആലോചിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് അലീനയും പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം ഇറങ്ങുകയാണ്. അപ്പം
എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ പോവുകയാണ്. കൊല്ലത്തേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം വണ്ടിക്കകത്തിരുന്ന രോഹിത്തും രേവതിക്കുട്ടിയും കൂടെ ഭയങ്കര അടി. അപ്പം രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി ഇത് തന്നെയല്ലേ വഴി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം രേവതി പറയുന്നുണ്ട്, ഞാൻ പിന്നെ ഇത്ര നേരം പറഞ്ഞു തന്നെ എന്തുവാ, ഞാൻ വഴി പറഞ്ഞപ്പോൾ ഇതുവരെ തെറ്റിയില്ലല്ലോ, ഇനി തെറ്റാതിരിക്കാൻ ഞാൻ അലീന ചേച്ചിയെടുത്ത് ചോദിച്ചെന്ന് രോഹിത്ത് പറയുകയാണ്. ആഹാ, അങ്ങനെ ഞാൻ അങ്ങനെ തെറ്റായ വഴി കൂടെ നടത്തുന്ന ആളൊന്നും അല്ല, ഹരിയാ അങ്ങനെയൊക്കെ നടത്തുന്നത്, ഹരി പറയുന്നത് കേൾക്കുന്നതുകൊണ്ടാണ് തെറ്റായ വഴി കൂടെ പോയത്, ഞാനങ്ങനെ ആരെയും തെറ്റായ വഴി കൂടെ നടത്തുന്നല്ലെന്നും പറഞ്ഞ് രേവതി അങ്ങ് വഴക്കിടുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരി രേവതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ രോഹിത്തും പറയുന്നുണ്ട്, ഇതിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ, നാണോ മാനം ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞ് രോഹിത്തും അങ്ങ് വഴക്കിടുന്നുണ്ട്. അപ്പോൾ ഉടനെ അലീന വീണ്ടും പറയുന്നുണ്ട്, രേവതി ഒന്നും മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഓ, ഇടയ്ക്ക് മധ്യസ്ഥം വന്നിട്ടുണ്ട്, ഇനി ഞാൻ മിണ്ടുന്നില്ല എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ പിണങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബബിത പറയാണ്, ഈ രോഹിത്തേട്ടൻ ആദ്യമായിട്ടാ ഒരാളുടെ മുന്നിൽ തോറ്റു പോകുന്നത്, വാചകം അടിച്ച് രോഹിത്തേട്ടൻ എല്ലാവരെയും തോൽപ്പിക്കുന്നത് ആദ്യമായിട്ട് ഒരാളുടെ മുന്നിൽ തോറ്റു പോകുന്നതെന്നൊക്കെ ബബിതയും പറയുന്നുണ്ട്. അങ്ങനെ നേരെ ഓർഫനേജിലേക്ക് എത്തുകയാണ്. അപ്പം അലീന അവിടെ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ പറയുന്നുണ്ട്, ഇതാ ഓർഫനേജ്, എല്ലാവരും ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങുകയാണ്. ഈ സമയത്ത് അകത്ത് ചിന്നുമോളാണെങ്കിൽ കുറേ കുട്ടികളെയൊക്കെ പിടിച്ചിരുത്തി പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരെയും അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ ടീച്ചറായിട്ടൊക്കെ കാണിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ എല്ലാവരും കൂടെ വരുമ്പോൾ സിസ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അലീനയും രേവതിക്കുട്ടിയൊക്കെ കാണുമ്പോൾ സിസ്റ്ററും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വാങ്ങിച്ച കുറേ ചോക്ലേറ്റ്സൊക്കെ സിസ്റ്ററിൻ്റെ കൊടുക്കുന്നുണ്ട്. ചിന്നുമോൾ എന്ത് ചെയ്യുന്ന അലീന ചോദിക്കുന്നുണ്ട്. അകത്തുണ്ട്, അകത്ത് എല്ലാവരെയും മര്യാദ പഠിപ്പിക്കുക. അങ്ങനെ എല്ലാവരും അകത്തോട്ട് ചെല്ലുകയാണ്. അപ്പം ചിന്നുമോളാണെങ്കിൽ കുറേ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുകയാണ്, പഠിപ്പിക്കുന്ന പോലൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചിന്നുമോളുടെ അവരോടുള്ള സംസാരമൊക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തോടെ രേവതിക്കുട്ടി അലീനയും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ചിന്നുമോൾ രേവതിയെ അലീനയും കാണുന്നത്. രേവതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ്. അപ്പോൾ ഓടി വന്ന് രേവതിക്കുട്ടി എടുക്കുന്നുണ്ട്, അതുപോലെ അലീനയും എടുക്കുന്നുണ്ട്. രണ്ടുപേരും കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ബബിതയ്ക്കും കൃഷ്ണമോൾക്കും രോഹിത്തിനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആരാന്നൊക്കെ ചിന്നുമോൾ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ അലീന ചേച്ചിയുടെ കസിൻസാന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രോഹിത്തിനെയും ബബിതയും കൃഷ്ണമോളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പം അവരടുത്തും പറയുന്നുണ്ട്, ഇതാ ചിന്നുമോൾ, ഞാൻ എപ്പോഴും പറയാറില്ലേ നിങ്ങളടുത്ത് ചിന്നുമോളെന്ന്, ചിന്നുമോളെ ഇതെന്ന് അലീനയും പറയുന്നുണ്ട്. അതിനുശേഷം സിസ്റ്ററുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊന്ന് പുറത്ത് കൊണ്ടുപോയിക്കോട്ടെ ചിന്നുമോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയാണ്, സാധാരണ കൊണ്ടുപോകാൻ പാടില്ല, പക്ഷേ നിങ്ങൾ വന്ന് ചിന്നുമോളെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾ കൊണ്ടുപോയിക്കോളാൻ പറയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ പുറത്ത് പോവുകയാണ്. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് പോകുന്നത്. അങ്ങനെ ചിന്നുമോളെയും കൊണ്ടുവന്ന് ആ പാർക്കിൽ കൊണ്ടുപോയി എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ അടിച്ചു പൊളിക്കുന്നുണ്ട്. അങ്ങനെ ചിന്നുമോളും ബബിതയും കൃഷ്ണയും എല്ലാവരും നല്ല കമ്പനി ആവുന്നുണ്ട്. കൂടുതലും രോഹിതായിട്ടാണ് ചിന്നുമോളും കമ്പനി ആവുന്നത്. ചിന്നുമോളും കൃഷ്ണയും ബബിതയൊക്കെ ചേർന്ന് കളിക്കുന്നതൊക്കെ കാണുമ്പം അലീനയ്ക്കും രേവതിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നമുക്ക് കൂടെ പോയിട്ട് അവരോട് കളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, രേവതി മോള് പോയിട്ട് വാ, അത് രോഹിത്തിനെയും കൂടെ വിളിച്ചോളാൻ പറയണം. അങ്ങനെ അവരെല്ലാവരും പോയി അടിച്ചു പൊളിക്കണം. അപ്പം രേവതിക്കൊരു വിഷമം, അലീന മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അപ്പം അലീനയും പിടിച്ചുകൊണ്ടൊക്കെ പോവുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കുകയാണ് ആ യാത്ര. ഇതിൻ്റെ ഇടയ്ക്ക് രേവതിയും രോഹിത്തും കൂടെ കൂടുതൽ അടുക്കുകയാണ്. വഴക്കിട്ട് അവർ കൂടുതൽ അടുക്കുകയാണ്. ആ യാത്ര രേവതിയെ രോഹിത്തിനെ കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം അടിച്ചു പൊളിക്കുകയാണ്. ഈ സമയത്ത് ബാലചന്ദ്രൻ പുനലൂരിലേക്ക് പോവുകയാണ് സ്റ്റാൻലിയെ കണ്ടുപിടിക്കാൻ. അങ്ങനെ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ബാലചന്ദ്രൻ.